ആദില നോറ, നമ്മളെ ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻസ് ആയ ആദില നോറ. ഞാൻ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട മതപണ്ഡിതന്മാരും പിന്നെ കുറച്ച് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട എന്ന് കാണിക്കാൻ വേണ്ടി തന്നെ വീഡിയോ ചെയ്യുന്ന കുറേ ആളുകളൊക്കെ മതം പറഞ്ഞു, മതത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളുകൾ. ഞാനവരുടെ കുറ്റമല്ലാട്ടോ പറയുന്നത്, അവരവരുടെ കോണ്ടൻറ്റ് ചെയ്യുന്നു. അവർ ഈ ആദില നോറയുടെ കുറച്ച് കാര്യങ്ങൾ കോണ്ടൻ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എവിടേക്കോ അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ. പിന്നെ അത് മാത്രമല്ല, ഒരു ലെസ്ബിയൻ കപ്പിൾസ് എന്നുള്ള ടാഗിൽ നിൽക്കുന്ന സമയത്ത് ആദില നോറ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻറ്റിന് സൊസൈറ്റിയിൽ ഒരു ആക്സെപ്റ്റൻസി എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ വന്നു പോയാൽ അത് ഭയങ്കര ത്രെട്ടാണെന്ന് വിചാരിക്കുന്ന കുറേ പേര് കമൻറ്റ് ബോക്സിലുണ്ട്. ഇതാണോ നിങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കണ്ടേ, ഇതാണോ നിങ്ങൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വേറെയും കമൻറ്റ് ബോക്സിലുണ്ട്. അപ്പോൾ നമ്മളെ അൻസാരി സൂരി ആലപ്പുഴ, അൻസാരി സൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഉസ്താദ് ഇങ്ങനെ വളരെ സെൻസിബിളായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. ഈ വ്യക്തി ആദില നോറയുടെ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് മുകളിൽ അങ്ങേർക്ക് പറ്റിപ്പോയതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലേക്ക് നമുക്ക് വരാം. അതല്ല, അതൊരു താത്താൻ്റെ വീഡിയോ ഉണ്ട്. താത്ത കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. ഹലോ മക്കളെ, ബിഗ് ബോസ് താരം ആദില ആൻഡ് നൂറ, നിങ്ങളുടെ ചെറിയൊരു സംസാരം. കാരണം നിങ്ങൾ ഈ സമൂഹത്തിന് എന്താണ് മക്കളെ കാണിച്ചു കൊടുക്കുന്നത്? നിങ്ങളെ കണ്ടിട്ടാണല്ലോ മക്കളെ ഈ തലമുറയും ഈ ഇപ്പോഴുള്ള മക്കളും കണ്ടുപഠിക്കുന്നത്. ഈ സാധാരണപ്പെട്ട ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. കാരണം ഇതൊന്നും പറയാതിരിക്കാനും പറ്റുന്നില്ല. കാരണം ഈ സമൂഹത്തിന് എന്താണോ നിങ്ങൾ ചെയ്യുന്നത് ഇതൊന്നും നമുക്കൊട്ടും മനസ്സിലാകുന്നുമില്ല. കാരണം ഇത്രയും നിങ്ങളെ പഠിപ്പിച്ച് ഇത്രയും വലുതാക്കി ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ ഉമ്മയും ഉപ്പയും ഒന്നും പ്രതീക്ഷിച്ച് കാണത്തില്ല മക്കളെ. അവസാനം നിങ്ങൾക്ക് അവർക്ക് കൊടുത്ത ടെൻഷൻ ഇത് മാത്രം. അവരെത്രമാത്രം തീ തിന്നുന്നെന്ന് നിങ്ങൾക്ക് അറിയുമോ? അറിയുന്നില്ല. പക്ഷേ അവർ ഒരുപാട് തീ തിന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങളെ കാണുന്തോറും അവർക്ക് തീ തിന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ഈ സമൂഹത്തിന് നിങ്ങൾ രണ്ട് സ്ത്രീകൾ, ഈ തലമുറയ്ക്ക് ഇതല്ലേ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്? ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലല്ലോ. അതുകൊണ്ട് മക്കളെ, അവസാനം നിങ്ങളുടെ കുടുംബം മാത്രമേ കാണുകയുള്ളൂ, വേറെ ആരും കാണുകത്തില്ല. പറയാൻ 100 പേര് കാണും, അല്ലെങ്കിൽ ഇത് പറഞ്ഞു തരാൻ 100 പേര് കാണും. പക്ഷേ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുക, ഇതൊന്നും ശരിയല്ലെന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട്. കാരണം ആദില ആൻഡ് നൂറ എന്ന് പറയുന്നത് നല്ല പെരുമയുള്ള പേര്. പക്ഷേ ഇങ്ങനെ ഒരിക്കലും നിങ്ങളുടെ കുടുംബം പോലും വിചാരിച്ച് കാണത്തില്ല, ഇങ്ങനെയൊക്കെ വരും എന്ന് ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല. അവസാനം നിങ്ങളുടെ കുടുംബം മാത്രം. നിർത്തുന്നു. ബിഗ് ബോസ് താരം ആദില ആൻഡ് നൂറ. താത്താക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയില്ല തോന്നുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ഏജിലുള്ള ആളുകൾക്ക് അതും ഭയങ്കര എന്താ പറയുക, കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന്, ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് മതം മാത്രം നോക്കി ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ആദില നൂറയുടെ ഒരു കോൺസെപ്റ്റ്, ലെസ്ബിയൻ കോൺസെപ്റ്റ് ഒന്നും അവർക്ക് ആക്സെപ്റ്റബിൾ ആവില്ല. ഓക്കെ, അവരോട് ഇനി എന്തൊക്കെ പറഞ്ഞാലും അവർക്കിത് അവരുടെ മതത്തിൽ ഒരിക്കലും ചെയ്യാനും നടക്കാനും പാടില്ലാത്തൊരു സംഗതി ആയതുകൊണ്ട് അവർക്ക് അവരുടെ വിശ്വാസമുണ്ടോ, ഐ റെസ്പെക്ട്. താത്ത പറയുന്നുണ്ടല്ലോ ഇതിനകത്ത് ഇവരുടെ പാരൻസിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങൾ, തീ തിന്ന് ജീവിക്കുന്ന പാരൻസിനെ കുറിച്ചും. താത്ത എല്ലാവരുടെ വീട്ടിലും പാരൻസ് നല്ലതാവണമെന്നില്ല. ടോക്സിക് എൻവയോൺമെൻറ്റിൽ ജീവിച്ച് വളർന്നു വരുന്ന കുട്ടികളുണ്ട്. ഈ ആദില നോറയുടെ കേസ് എങ്ങനെയാണ്? അവരെന്നെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് അവരനുഭവിച്ച ഓരോ പ്രശ്നങ്ങളും അവരക്കമിട്ട് നിരത്തി അവരവരുടെ Q&A സെഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മേ ബി താത്ത കാണാനായിട്ടായിരിക്കാം, അത് കുഴപ്പമില്ല, നോ വറീസ്. ബട്ട് ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇവർക്ക് ഈ ഒരു എന്താ പറയുക, ലെസ്ബിയൻ ആസ്പെക്റ്റ് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്തത് കൊണ്ടായിരിക്കാം അവർ ഇപ്പം ഇങ്ങനൊരു കാര്യം വന്നിരുന്നു പറയുന്നത്. എൻഡ് ഓഫ് ദ ഡേ ഓക്കെ, പലരുടെ കേസിലും ഒരു മെജോറിറ്റീൻ്റെ കേസിലും നമുക്ക് നമ്മുടെ ഫാമിലി തന്നെ ആയിരിക്കും അറ്റ് ദ ലാസ്റ്റ്. അവരെ ഉണ്ടാവുള്ളൂ, നമുക്ക് വേറെ ആരും കാണൂല, സമ്മതിച്ചു ഞാനതൊക്കെ. പക്ഷെ ആദിലയുടെയും നോറയുടെയും കേസിൽ അവരുടെ ഫാമിലിയിൽ നിന്ന് അവരനുഭവിച്ച് വന്ന കാര്യങ്ങൾ, അതും മതപരമായ കാര്യങ്ങൾ പറഞ്ഞു, മതത്തിലിരുന്നു കൊണ്ട് സംസാരിച്ചു, അവരനുഭവിച്ചൊരു ടോക്സിക് എൻവയോൺമെൻ്റ് ഉണ്ട് ആദിലയുടെയും നോറയുടെയും ഫാമിലിക്കകത്തവർ. അതിൽ ചില കാര്യങ്ങൾ അവർ പറഞ്ഞത് ഈ താത്താടെ ശ്രദ്ധയിലും കൂടി കിട്ടാനാണ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നത്. ഓക്കെ,
നമുക്ക് അതൊന്ന് കാണാം. കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും പാരൻസ് അത്ര എന്താ പറയുക മാലാഖമാരാവണം എന്നില്ല. ചിലരുടെ ജീവിതത്തിൽ പാരൻസ് ഭയങ്കര സീനാണ്. മനസ്സിലായോ? എത്രയോ അച്ഛനമ്മമാരില്ലേ മക്കളെ ജീവിതം ഇല്ലാതാക്കിയ അച്ഛനമ്മമാരുണ്ട്. അവരുടെ സ്വയം ലാഭത്തിന് വേണ്ടി, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സൊസൈറ്റിയുടെ മുന്നിൽ അവർ നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടി മക്കളെ ഒന്നുമല്ലാതെ പാരൻസ് പറയുന്ന വെറും അടിമകളാക്കി തല്ലിയും കുത്തിയും വളർത്തിയ എത്രയോ അമ്മമാരില്ലേ, അച്ഛന്മാരില്ലേ. അത് പാരൻസ് ഉണ്ട് താത്ത. മനസ്സിലായില്ലേ? നിങ്ങൾ മതത്തിലിരുന്നുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും, പക്ഷെ ആ മതത്തിൽ നിന്നും ആ മതത്തിൽ വിശ്വസിച്ച് ആ മതത്തിൻ്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് ഈ കുട്ടികളെ അത്രയും ടോക്സിക് ആയിട്ട് വളർത്തിയൊരു അച്ഛനും അമ്മയാണ് അവർക്കുള്ളത്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണ്. മുടിക്കൊക്കെ പിടിച്ചിങ്ങനെ കുത്തി കറക്കിയൊക്കെ എടുക്കുമായിരുന്നു. മുടിക്കൊക്കെ പിടിച്ചുകൊണ്ട് എന്നിട്ട് ഷെൽഫമ്മേ കടിക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ കൈയൊക്കെ വെച്ചിട്ടുണ്ട്. റമദാനാണ് അതും. എന്തോന്നും ഉറങ്ങിപ്പോയതിനൊക്കെയാണ് പുള്ളി അങ്ങനെ ചെയ്യുന്നത്. അത്ര അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. വലുതായപ്പോൾ അബ്യൂസ് വേറെ രീതിക്കുമായി. ഇപ്പോൾ ഒരു ചെറിയൊരു ഇതല്ലേ. പിന്നല്ലേ ബേബി, വേറെ കുറച്ച് പേര് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇത്രയും കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അബ്യൂസീവ് ആയിട്ടുള്ള ഒരു പാരൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക്, അല്ലെങ്കിൽ ബാഡ് പാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് തമ്മിൽ റിലേഷൻ തോന്നിയത്. നോ, ഓക്കെ, ഇറ്റ്സ് എ നോ. കാരണം അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഓക്കെ, ദിസ് ഈസ് എ റിലേഷൻഷിപ്പ്, പ്യുവർ റിലേഷൻഷിപ്പ്. ഓക്കെ, അല്ലാണ്ട് ഡസൻറ്റ് ഈവൻ ഡിപ്പെൻഡ് ഓൺ ദ പാസ്റ്റ്, അല്ലെങ്കിൽ പാരൻസോ അബ്യൂസീവ് ആയിട്ടുള്ള പാരൻസോ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യൂല. ഇത് ഞങ്ങളെ തീരുമാനം, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. എൻ്റെ സൈഡിൽ നിന്ന് ഫാദറിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ആൾ മെയിൽ ഷോണിസ്റ്റ് ആണ്. എന്ത് പറഞ്ഞാലും കല്യാണം അത് മാത്രം മൈൻഡിലുള്ള ഒരാളാണ്. അല്ലാതെ എനിക്ക് അവിടെ തന്നെ എന്താണെന്നൊന്നും ചിന്തിക്കുന്ന ഒരാളൊന്നുമല്ല. ഷോർട്ടായിട്ട് പറയാണ്. ഉമ്മീനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഉമ്മി വാപ്പയുടെ അത്ര സബ്മിസീവ് ആണ്. ആളുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പാവം വനിത. ബട്ട് സ്റ്റിൽ അവിടെയും എനിക്ക് കുറച്ച് ട്രോമകളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് എനിക്ക് സെൽഫ് ഹാമിങ് ഒക്കെ അങ്ങനത്തെ സംഭവങ്ങളുണ്ടായി. കൈയൊക്കെ മുറിക്കുമായിരുന്നു ഞാൻ. അതൊന്നും അവർക്കറിയില്ലായിരുന്നു. അപ്പോൾ അവിടുത്തത് എന്നെ അങ്ങനെ കൈയൊക്കെ മുറിക്കൽ അങ്ങനത്തെ സംഭവങ്ങളിലോട്ടൊക്കെ നയിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊരു വലിയ സാധനം, നമുക്ക് ഈ ഒരു ഇതിൽ പറയാൻ പറ്റത്തില്ല. എനിവേ ഒരു ദിവസം നമ്മൾ നമ്മുടെ പാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. കാരണം അത് നമ്മളും മെന്റലി ഫിസിക്കലി ഞങ്ങളും പ്രിപ്പയർഡ് അല്ല. ടു ബി ഫ്രാങ്ക്, കുറച്ച് ടയർഡാണ്. ഞങ്ങളും ഭയങ്കര ടയർഡായി പോവും. ഞങ്ങൾക്ക് അതിനൊരു എനർജി നമ്മൾ എടുക്കണം, ഒരു 1.5 എനർജി. ഈ ഒരു കാര്യം എതിർത്തത് മാത്രമാണെങ്കിൽ അവരെ വെറുക്കേണ്ടതുണ്ടോ? അതായത് ഞങ്ങൾ റിലേഷൻ എതിർത്തത് മാത്രം കൊണ്ടാണ് അവർ വെറുക്കേണ്ടതുണ്ടോ? അതല്ലേ പറഞ്ഞു. അപ്പോൾ നമ്മള് എതിർത്തത് മാത്രമല്ല, അവർ കുറെ ഫിസിക്കലി ടോർച്ചർ ചെയ്തിട്ടുണ്ട്. മെന്റൽ ടോർച്ചർ ഒക്കെ അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടാണെന്ന് വിചാരിക്കാൻ പാടില്ല. ബട്ട് സ്റ്റിൽ വിചാരിക്കാം. പക്ഷേ എന്നാലും നേരക്കാവില്ല. ഞങ്ങൾ ഇവളുടെ പാരൻസായിട്ട് നമ്മൾ റീകണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം. പക്ഷേ പുള്ളിക്കാരി സ്റ്റിൽ നമ്മളെ എങ്ങനെയെങ്കിലും ട്രാക്ക് ഡൗൺ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കാനുള്ള രീതിക്കുള്ള ടോക്സും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അത് നേരക്കാവില്ല. അനീഷ് ബിഗ് ബോസ് ഹൗസിനകത്ത് ആദിലയുടെയും നോറയുടെയും പാരൻസിനെ കുറിച്ച് പറഞ്ഞ്, അത് പാരൻസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പോയി കൂടെ നിങ്ങളുടെ ഇഷ്യൂസൊക്കെ മാറാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് പാരൻസിൻ്റെ ഒപ്പം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർക്കാനും നിങ്ങൾക്കൊന്ന് സംസാരിച്ചുകൂടെ? ബിഗ് ബോസിനോട് പോയി റിക്വസ്റ്റ് ചെയ്യുന്നത് കണ്ടു അനീഷ് പാരൻസിനെ ഒന്ന് കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പം ഞാൻ ബിഗ് ബോസിലുള്ള കേസിൽ എൻ്റെ അച്ഛനുമായിട്ട് ഞാനുണ്ടായ വിഷയം എനിക്ക് തീർക്കണം തന്നെയായിരുന്നു. മനസ്സിലായി? പക്ഷെ അച്ഛൻ വരുന്നതുകൊണ്ടുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ തീർക്കണം തന്നെയായിരുന്നു. എനിക്കത് തീർന്നു. ആ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. പക്ഷെ അങ്ങനെ ഒരു നോർമൽ കേസ് അല്ല ആദിലയുടെയും നോറയുടെയും കാര്യത്തിൽ. മനസ്സിലായോ? അവർ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിനായിട്ട് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് ആദിലയും നോറയും അവരുടെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്തായിരിക്കും നമ്മളിത് കംപ്ലീറ്റ്ലി കേൾക്കാൻ പോകുന്നത്. എത്രത്തോളം ടോക്സിക് ആൻഡ് വയലൻറ്റ് സിറ്റുവേഷൻ ഈ കുട്ടികൾ നേരിട്ടു വീട്ടിൽ നിന്ന് എന്നുള്ളത്. അതിൻ്റെ ചെറിയൊരു ഗ്ലിംസ് മാത്രമാണ് അവരിപ്പോൾ ഈ ഒരു ഫോട്ടോസ് വെച്ചതും അവരനുഭവിച്ച കാര്യങ്ങൾ അവർ പറഞ്ഞത്. ഒരു ക്രീം ലെയർ, റോക്ക് ബോട്ടം ലെവൽ മുതൽ മുകളിലേക്ക് ഇവരുടെ ലൈഫിൽ എന്തൊക്കെ ഇവരുടെ വീട്ടിൽ നിന്ന് മതം പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുകൊണ്ട് ഇവർ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർ പറയുമ്പോൾ നമുക്ക് കേൾക്കാം. പക്ഷെ അങ്ങനെ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവരെന്ത് ചെയ്തത്, ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അവർക്ക് വന്നത്. പക്ഷേ ലെസ്ബിയനായിട്ട് അവരൊരു ലെസ്ബിയൻ കപ്പിൾ എന്നുള്ള രീതിയിലേക്ക് അവർ പോയത് ഈ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല. മനസ്സിലായോ? അതൊരു ഹ്യൂമൻ ബോഡിയിൽ വരുന്ന ഒരു തരം ചേഞ്ചുകളാണ്. അത് ഹോർമോണൽ ചേഞ്ച് ആവാം, മെൻ്റലി വരുന്ന ചേഞ്ചുകളാവാം, അങ്ങനെ പല രീതിയിൽ അതിൻ്റെ സ്റ്റഡീസൊക്കെ നടക്കുന്നേ ഉള്ളൂ. മനസ്സിലായോ? അതിപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും കൂട്ടത്തിലും ഇപ്പോൾ ഇതൊരു വളരെ എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ ആയിപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ആദിലേനെയും നോറേനെയും ബിഗ് ബോസിൽ കാണുന്ന
എല്ലാ മുസ്ലിം വീട്ടിലെ പെൺകുട്ടികളും നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങളും ഇതേപോലെ ആയിപ്പോവും, നിങ്ങളും ഒരു ആണിനെ സ്നേഹിക്കുന്നവർ ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ തുടങ്ങുന്നുള്ള രീതിയിലൊക്കെ ഈ സാധനത്തിനെ വളച്ചൊടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ അൻസാരി സൂരി അങ്ങേര് സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. അതിലൊന്നും ഒരു ലോജിക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ല? അതൊക്കെ ഒരു മനുഷ്യൻ ജനിച്ചു വരുമ്പോൾ തന്നെ അയാളുടെ ഒരു സെക്ഷുവൽ അട്രാക്ഷൻ്റെ ക്യാരക്ടേഴ്സിൽ ചിലപ്പോൾ ചിലർ ഗേ ആവും, ചിലർ ലെസ്ബിയൻ ആവും. ഓക്കെ, അപ്പം മെജോറിറ്റി സ്ട്രെയിറ്റ്. മനസ്സിലായി? ഇത് കണ്ടതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് മാറി ഗേ ആവും അല്ലെങ്കിൽ പെട്ടെന്ന് മാറി ലെസ്ബിയൻ ആവും എന്നുള്ളൊരു തിയറിനോട് എനിക്ക് വിശ്വാസമില്ല. ഓക്കെ, ജനിച്ച് വരുമ്പോഴന്നെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചുകളുള്ള ആളുകളായിരിക്കും. അങ്ങനത്തെ ഒരു അവർ സ്വയം ചിന്തിച്ച് തുടങ്ങുന്ന സമയത്തും സെൽഫായിട്ട് റിയലൈസ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇതേപോലുള്ള ആളുകളെ ചെയ്യുമ്പോൾ എൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഇങ്ങനെയാണല്ലോ, എനിക്ക് ഇന്ന വ്യക്തി ഇങ്ങനെ ആണിനോട് ഞാനൊരു പെണ്ണാണ്, എനിക്കൊരു പെണ്ണിനോട് താല്പര്യമുള്ളൂ, അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് മീ ഇൻസൈഡ് മീ എന്നുള്ളത്, എൻ്റെ തലയിൽ ഇതാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ ചിന്തിക്കും അവരെ കാണുമ്പോൾ. അത് അങ്ങനത്തെ റെയർ കേസുകളേ ഉള്ളൂ, അല്ലാതെ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കും പേഴ്സണലി തോന്നുന്നില്ല. പിന്നെ ആദിനി നോറയാകുമ്പോൾ ഇവർ പല സാഹചര്യങ്ങളിലായിട്ട് പല ഉസ്താദുമാരും ഇവരെതിരെ സംസാരിച്ചവരൊക്കെ നല്ല രീതിയിൽ ട്രോൾ ചെയ്തിട്ടുണ്ട്. ഹേറ്റേഴ്സിന് കുരുപൊട്ടാൻ വേണ്ടിയിട്ട് തട്ടവിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ അവിടെ സൈഡിൽ വയ്ക്കുക. അവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ വിട്ടിട്ടില്ല, അവർ ചെയ്യുന്നുണ്ട്. കാരണം അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ല? അവർക്ക് വരുന്ന ബുള്ളിങ്ങിന് അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനിവിടെ നമ്മളെ അൻസാരി സൂരി ഉസ്താദിൻ്റെ വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യാം. എന്തുകൊണ്ട് എനിക്ക് എത്ര ആലോചന മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് ചുവടെ കാണുന്ന ചിത്രത്തിലുള്ള 2 പെൺകുട്ടികളെയും കേരളത്തിലെ ചിലർക്കെങ്കിലും സുപരിചിതമാണ്. കേരളത്തിലെ ലെസ്ബിയൻ കപ്പിൾസിൽപ്പെട്ട ആദിലയും നൂറയുമാണ്. ഈ 2 പെൺകുട്ടികളുടെ ഇപ്പോഴത്തെ നിലപാട് കേരളത്തിന് സുപരിചിതമാണ്. അവർ 2 പേരും സ്വതന്ത്രമായി ചിന്തിച്ച് സ്വതന്ത്രമായി എടുത്ത തീരുമാനമാണ്. അഥവാ മതശാസനകൾ ഒരു മതത്തിൻ്റെ ദർശനങ്ങളിലും സ്വർഗാനുരാഗം, സ്വർഗ വിവാഹം എന്നുള്ളത് അംഗീകരിക്കുന്ന സംഗതിയല്ല. അപ്പം മതത്തിൻ്റെ നിയമങ്ങൾക്കൊക്കെ അതീതമായി സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് 2 പേരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അതൊക്കെ അവരുടെ ഇഷ്ടം. അപ്പം അവർ പലപ്പോഴും ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഭാവിയിൽ പേര് മാറ്റും, മതത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നതല്ല, ഞങ്ങളുടെ ഇഷ്ടമാണ് വലുത്. അങ്ങനെ മാതാപിതാക്കളെയൊക്കെ അവരുടെ തീരുമാനങ്ങളും അവരുടെ ചോയ്സുകളും അവരെ പോറ്റി വളർത്തിയവരുടെയൊക്കെ അഭിപ്രായങ്ങളെല്ലാം അവർ തിരസ്കരിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് അവർ വാല്യൂ നൽകിക്കൊണ്ട് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, എന്തുമായിക്കോട്ടെ. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ നിലപാടുണ്ടല്ലോ, സ്വതന്ത്രമായ നിലപാടിൽ അവർ ധരിക്കുന്ന വസ്ത്രധാരണ, അപ്പോൾ പുതിയ നിലപാട്, ആ നിലപാടാണല്ലോ അവരെ ഈ ബിഗ് ബോസിലേക്ക് എത്തിക്കുന്നത് അല്ലേ? 2 ആളുകൾ സ്വതന്ത്രമായി ചിന്തിച്ച് അവരുടെ ഡിസിഷനുകൾക്കാണ് ഏറ്റവും പ്രസക്തി, അവനവൻ്റെ തീരുമാനങ്ങൾക്കാണ് വാല്യൂ എന്നുള്ള നിലക്ക് 2 ധീര വനിതകൾ എന്ന പരിവേഷം കൊടുത്തിട്ടാണല്ലോ ഈ ബിഗ് ബോസിലേക്ക് നിങ്ങൾ അവരെ 2 പേരും തിരഞ്ഞെടുത്തത്. അപ്പം അവരിപ്പോൾ എടുത്തിരിക്കുന്ന സ്വതന്ത്ര നിലപാട്, അവർ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ളിടത്തൊക്കെ പോവുക, ഇഷ്ടമുള്ള ജീവിക്കുക, അതിന് പാകമാകുന്ന വസ്ത്രധാരണ എന്തുകൊണ്ട് ആ വസ്ത്രം ധരിച്ച ചിത്രം നിങ്ങൾ പരസ്യത്തിന് കൊടുത്തില്ല? നിങ്ങൾ 2 പേരും ബിഗ് ബോസിൽ പങ്കെടുക്കുന്നു എന്നതിന് നിങ്ങൾ കൊടുത്ത പ്രചരണത്തിൽ എങ്ങനെയാണ് ഈ ഹിജാബ് ധരിച്ച പെൺകുട്ടികൾ വന്നത്? നിങ്ങൾ ഇത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. അൻസാരി സൂരി ഉസ്താദ് അത്ര ആലോചിക്കേണ്ട കാര്യത്തിലില്ല. കാരണം ഇത് ഏഷ്യാനെറ്റോ ആദിലോ നോറയോ ഒന്നും കൊടുത്തൊരു ഫോട്ടോ അല്ല, അങ്ങനെ കൊടുത്തൊരു പബ്ലിസിറ്റി ഒരു PR അല്ല. ഇത് ഇങ്ങേരുടെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടിൽ നോക്കി അറിയാം. സെലി സ്പോർട്ട് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പേജിനകത്ത് ബിഗ് ബോസിൽ എൻ്റർ ചെയ്ത കണ്ടസ്റ്റൻസിൻ്റെ ഫോട്ടോ അവർ എഡിറ്റ് ചെയ്ത്, അതായത് ഇവരുടെ പ്രൊഫൈലിൽ നിന്ന് എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ചൊരു ഫോട്ടോ ആണ്. ഏഷ്യാനെറ്റോ അതിലോ നോറിയോ ഇവരാരും ഈ സാധനം എന്ത് ചെയ്തിട്ടില്ല, എൻടോസ് ചെയ്ത് എടുത്തു കൊണ്ടുപോയിട്ട് അവരെ പേജിൽ ഇട്ടിട്ടില്ല. ഇത് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരെ പേജിൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മതം പറഞ്ഞ് ഇവരെ ചീത്ത പറയുന്നവരെ ട്രോളാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹെയ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഇവർ ഇതേപോലെ ഹിജാബൊക്കെ ഇട്ടുള്ള ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും. അങ്ങനെ പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോ എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ സെലി സ്പോർട്ട് മീഡിയ എന്ന് പറഞ്ഞ പേജിനകത്താണ് എന്ത് വന്നത്, ഈ ഒരു ഫോട്ടോ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം വന്നിട്ടുള്ളത്, കണ്ടസ്റ്റൻ്റ് നമ്പർ 16 ആദില നൂറ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അൻസാരി സൂരി ഉസ്താദ് സംഗതി ഈ വിഷയത്തിൽ, സാധാരണ ഒരു വിഷയത്തിലും ഇങ്ങനെ അങ്ങനെ പാളാറില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഉസ്താദുമാരുടെ കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ള ഒരു മനുഷ്യനാണിത്. കാരണം ഉള്ള കാര്യം ഉള്ള പോലെ ഇങ്ങനെ പറയും. ഓക്കെ, അങ്ങനെ എന്താ പറയുക, ഉസ്താദ് തന്നെ ഒരു കുറ്റം ചെയ്താലും ഉസ്താദുമാരെ കൂട്ടുന്നോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലോ ഒരു തെറ്റ് കണ്ടാലോ അങ്ങനെ ചൂണ്ടിക്കാണിച്ച് അങ്ങനെ കൃത്യമായ കാര്യം പറയുന്ന ഒരാളാണ്. എന്തോ ഇവിടെ അങ്ങേർക്ക് പാളിപ്പോയി. അങ്ങേര് സെലി സ്പോർട്ട് മീഡിയയിലെ ആ ഒരു ഫോട്ടോ കണ്ട് അങ്ങേര് തെറ്റിദ്ധരിച്ചു. അത് യാതിലയും നോറയും കൂടി അവർ സ്വയം ഫോട്ടോ കൊടുത്തത് ഏഷ്യാനെറ്റിൽ അങ്ങനെയാണ്. കാരണം
അതുവരെ അവർ ഈ പറഞ്ഞ മോഡേൺ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്തകൾ മനസ്സിൽ വെച്ച് ഇസ്ലാമിൽ നിന്ന് മാറിപ്പോയി ഡ്രസ്സും വസ്ത്രധാരണവും മാറി നടക്കുന്ന ആളുകൾ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ പോകുമ്പോൾ ഹിജാബ് ഇട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ട് അവർക്കൊരു മെജോറിറ്റിയുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് കിട്ടാനൊരു മാനിപ്പുലേഷൻ അവർ നടത്തി എന്നുള്ളതിലേക്കാണ് അൻസാരി സൂരി ഉസ്താദ് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് ഉസ്താദെ, അവിടെ വേറൊന്നുമല്ല. ഓക്കെ, ഇനി ഈ വസ്ത്രധാരണത്തിനെ കുറിച്ചും ഹിജാബിനെ കുറിച്ചിട്ടൊക്കെ ഇവർ തന്നെ Q&Aയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് തട്ടമിട്ടൂടെ, പിന്നെ മാന്യമായ ഡ്രസ്സ് ധരിച്ചൂടെ, ചുരിദാർ അങ്ങനെ പോലത്തെ. മാന്യമായ ഡ്രസ്സ് ഡിപ്പെൻസ്, അത് കാണുന്ന ആൾക്കാരുടെ വ്യൂ പോയിന്റ് ആണ്. ഇപ്പൊ എനിക്ക് മാന്യമായിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കണമെന്നില്ല നിങ്ങൾക്ക്. എല്ലാരും പറയും നിങ്ങൾക്ക് ഈ മാന്യമായ ഡ്രസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അറിഞ്ഞൂടായിട്ട് ചോദിക്കാണ്, എന്താണ്? ഒരാൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ നമ്മുടെ ഇന്ത്യ മഹാരാജ അനുവദിക്കുന്നുണ്ട്. കാണുന്ന ആൾക്കാർക്ക് പറ്റുന്നില്ലെങ്കിൽ യു ഗൈസ് ക്യാൻ ക്ലോസ് യുവർ ഐസ്. ഞങ്ങൾക്ക് ഇതാണ് കംഫർട്ടബിൾ. അപ്പൊ നമ്മൾ പീഡനങ്ങളും കേട്ടല്ലോ, കൃത്യമായ ആൻസറാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതായത് വസ്ത്രധാരണം ഓരോരുത്തരുടെ താല്പര്യമാണ്, മനസ്സിലായോ? മതത്തിന് ചില വസ്ത്രധാരണങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം, ചില ഒക്കേഷന് ചില വസ്ത്രധാരണങ്ങൾ ഉണ്ടാവാം, ചില സ്ഥലങ്ങളിൽ ചില ഡ്രസ് കോഡുകൾ കാണും. അതിനുപരി അത് ചൂസ് ചെയ്തിട്ട് അത് ചെയ്യണോ വേണ്ടതെന്ന് താല്പര്യപ്പെടുന്നത് നമ്മളാണ്. നമുക്കത് ആ ഒരു ഡ്രസ് കോഡ് വെച്ചിട്ട് ഒരു സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല, ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളതിന് പോവരുത്. സിമ്പിളാണ് കാര്യം, മനസ്സിലായില്ലേ? ഒരു മതത്തിലിരിക്കുമ്പോൾ ആ മതത്തിൽ പറയുന്ന ചില ഡ്രസ് കോഡുകൾ ഇവർക്ക് അവർക്ക് പറ്റില്ല, അവർക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ജീവിതത്തിൽ. കാരണം അവർ ആ മതത്തിൽ നിന്നോ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ മാറിപ്പോകാൻ ഇഷ്ടപ്പെടുന്ന, മാറി ചിന്തിച്ച് പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നവരാണ്. അപ്പോൾ അവരത് ഓപ്റ്റ് ചെയ്യുന്നില്ല, അവരത് കൃത്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അവരല്ലാതെ വേറെ ആരെങ്കിലും ഇതൊക്കെ കൊണ്ടുവന്നിടുന്നതിൽ ഞാൻ ഈ പറഞ്ഞല്ലോ തെറ്റിദ്ധാരണ ഉസ്താദിന് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് റീചെക്ക് ചെയ്യുക ഉസ്താദ്. ശരിക്കും മനസ്സിലാകാത്തത് അവരുടെ ഇപ്പോഴത്തെ ഡിസിഷൻ പ്രകാരമാണല്ലോ നിങ്ങൾ അവരെ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുത്ത്. എന്നിട്ട് ആ ഡിസിഷൻ പ്രകാരമുള്ള അവരുടെ വസ്ത്രധാരണ എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ പരസ്യത്തിൽ കൊടുത്തില്ല എന്ന് എനിക്ക് എത്ര ആലോചന മനസ്സിലാകുന്നില്ല. ഇനി എൻ്റെ മുസ്ലിം ഉമ്മത്തിനോടാണ് പറയുന്നത്, എന്നെ കേട്ടിരിക്കുന്ന എല്ലാവരോടും പറയുന്നത്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തോട്. ഇതേ നൽകുന്ന ഉള്ളിലൂടെയുള്ള ഒരു സന്ദേശമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പെൺകുട്ടികളെ കാണിച്ചിട്ട് ഇതേ മനോഭാവമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്വതന്ത്രമായി വന്നോളി എന്നാണ്. എല്ലാ അച്ഛനമ്മമാർക്കും ആഗ്രഹം എന്താണ്? അവനവൻ്റെ മക്കൾ പഠിച്ച് നല്ല സ്ഥാനങ്ങളിലെത്തി വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികളുണ്ടായി ആ കുട്ടികളെ താലോലിക്കണം എന്നൊക്കെ ആഗ്രഹം അല്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും നിലക്ക് ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചോളിയും. ഇതിലൊക്കെ കുഞ്ഞുങ്ങൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് അവരെ ഭാവി ഭാസുരമാകത്തില്ലെന്ന് മാത്രമല്ല, സമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനഭാരം സഹിക്കാൻ വയ്യാതെ നമ്മളിങ്ങനെ നടക്കേണ്ടി വരും. ഉസ്താദിൽ ബിഗ് ബോസിനെ കുറിച്ചും അല്ലെങ്കിൽ ആ ഷോ കാണുന്നവർക്കൊരു നിങ്ങളതാവും വിചാരിച്ചിട്ടുണ്ടാവും മനസ്സിനകത്ത്. അതായത് ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നോറ, ഇല്ലെങ്കിൽ അതിൽ വരുന്ന ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന എന്ത് മെസ്സേജുകളും. ഉസ്താദ് എങ്ങനെയാണ് നിങ്ങൾ TV സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റില്ലല്ലോ, എന്തിനാ ബിഗ് ബോസിനെ കുറിച്ച് പറയുന്നത്? ഇവിടെയുള്ള സീരിയലുകൾ, സിനിമകൾ ഒക്കെ അതിനെക്കുറിച്ചൊക്കെ വിമർശനങ്ങൾ വരാറില്ലേ? ഇല്ലേ? രാഷ്ട്രീയം, മതത്തിനകത്ത് തന്നെ ഇല്ലേ? ഉസ്താദ്മാരുടെ ന്യൂസൊക്കെ വന്ന് അൻസാരി ഉസ്താദ് തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട് പല ന്യൂസുകളും. ആദിലേനെയും നോറയും ബിഗ് ബോസിൽ കാണുന്ന ഏതെങ്കിലും കുട്ടികൾ അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കും. ഓരോ മനുഷ്യന്മാർ ജനിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല, ആ കുട്ടി ഇത്ര കാലമായിട്ടും എക്സ്പ്ലോർ ചെയ്യാണ് ഞാൻ എന്താണ്. കാരണം ആ കുട്ടിക്ക് ഒരു ആൺകുട്ടികളോടും ഒരു അഫെക്ഷനോ അട്രാക്ഷനോ തോന്നാതെ ഒരു പെൺകുട്ടി വളരുകയാണ്. ആ കുട്ടിക്ക് ഒരു ഗൈഡൻസ് കിട്ടുന്നില്ല, ആ കുട്ടിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അതിങ്ങനെ വിങ്ങിപ്പൊട്ടി നടക്കുമ്പോൾ ആ കുട്ടി കാണുകയാണ് ആദിലേനി നോറേനി. അപ്പോൾ ആ കുട്ടി റിയലൈസ് ചെയ്യണം, ദിസ് ഈസ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്. എനിക്ക് ആൺകുട്ടികളോട് ഒരു അഫെക്ഷൻ തോന്നുന്നില്ല, അട്രാക്ഷൻ തോന്നുന്നില്ല, എനിക്ക് അവരോട് ഒരു രീതിയിലുള്ള ഒന്നും തോന്നുന്നില്ല. ബിക്കോസ് എനിക്ക് ഇപ്പുറത്തെ പെൺകുട്ടികളോടാണ് തോന്നുന്നത്. സോ അവർക്കത് റിയലൈസേഷനാണ്, ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്, ഞാനൊരു ലെസ്ബിയനാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞൊരു കുട്ടി, ആ കുട്ടി ലെസ്ബിയനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി ഫ്രീഡത്തിൽ ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ പാരൻസിനോട് പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതിനെന്താ കുഴപ്പം? പാരൻസ് ഇതൊക്കെ എന്താ പറയുക, ഒരു കുട്ടി ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആ കുട്ടി റിയലൈസ് ചെയ്യുന്നു ആൺകുട്ടി ഒരു ഗേ ആണ്, പെൺകുട്ടി ഒരു ലെസ്ബിയനാണെന്ന് റിയലൈസ് ചെയ്യുമ്പോൾ അല്ല ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ ടോർച്ചർ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കാൻ വിടുന്നതാണോ
ഉസ്താദെ എന്നല്ല. ഒരു മനുഷ്യനെ ഒരു മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും ജീവിക്കാൻ വിടണം എന്നല്ലേ എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുള്ളത് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒരു ലെസ്ബിയൻ, ഒരു ഗേ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ് ആയിട്ടുള്ള ഒരാളെടുത്ത് നിങ്ങളത് ഇപ്പോൾ പറയുന്നത് മനോരോഗമാണെന്നാണ് പല മതം പഠിച്ചവരും പറയുന്നത്. നിങ്ങൾ അവരൊരു മനോരോഗ ചികിത്സ കൊടുത്ത് ട്രീറ്റ് ചെയ്ത് ഒരു ഗേ ആയിട്ടുള്ള ഒരാളെ മാറ്റി സ്ട്രെയിറ്റ് ആക്കി കാണിച്ചോ, അല്ലെങ്കിൽ ഒരു ലെസ്ബിയൻ ആയിട്ടുള്ള ഒരാളെ ട്രീറ്റ് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കി കാണിക്കും. ദാറ്റ് മേക്ക് സെൻസ്. അല്ലാത്ത പക്ഷം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ തന്നെ അവരെന്താണ് അവർ പുറത്ത് പ്രൊജക്റ്റ് ചെയ്യുന്നത്? ആദിലേനും നോറേനും പോലുള്ളൊരു കോണ്ടസ്റ്റൻ്റ് എടുത്തിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ സൊസൈറ്റിയിൽ 2 സ്ത്രീകൾ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി ദേ ആർ ലെസ്ബിയൻസ് എന്ന് പറഞ്ഞാൽ അവർ കപ്പിളായിട്ട് ജീവിക്കുന്നു. ദേ ആർ ഏർണിങ്, ദേ ആർ ഹാവിങ് സെൽഫ് റെസ്പെക്റ്റ്. അവരാർക്കും ഒരു ഉപദ്രവത്തിനും വരുന്നില്ല. സോ അങ്ങനെ ഒരു സാധനം പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനത്തിനകത്തൊരു നല്ല കാര്യമുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. അല്ലാത്ത പല സെൻസിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വയലൻസ് കാണാം, മാനിപ്പുലേഷൻസ് കാണാം. അതൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉള്ള സംഗതിയല്ലേ, മനസ്സിലായി? പിന്നെ ഇറ്റ്സ് എ റിയാലിറ്റി ഷോ, ഇറ്റ്സ് എ ഗെയിം ഷോ. ആ സെൻസിൽ എടുത്താലും മതി. എന്താ ഈ അപമാനഭാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ഈ സമൂഹത്തിൽ നമ്മൾ ഇതുവരെ നിലനിർത്തി പോകുന്ന ഒരു സദാചാരമുണ്ടല്ലോ, അത് ഏതെങ്കിലും മതത്തിൻ്റെ ദർശനങ്ങൾ മാത്രമല്ല. ഒരു സാമൂഹിക അവസ്ഥ, ഒരു സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ ആണും പെണ്ണും ചേർന്ന് പ്രത്യുൽപാദനം നടത്തി അങ്ങനെ മുന്നോട്ട് പോയാലേ ഒരു സമൂഹം അതിജീവിക്കുകയുള്ളൂ. അതിനൊക്കെ ഘടകവിരുദ്ധമായാണ് ഈ പ്രവർത്തനം. അങ്ങേയറ്റം തോന്നിവാസമാണ് ഈ പറയാം. ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു വഴി, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾക്ക് അതിനുള്ള വാതിലാണ് ഈ തുറന്നിരുന്നത്. രക്ഷകർത്താക്കൾ നന്നായിട്ട് മനസ്സിലാക്കിക്കോളി. ഇനി ജുനൈ ജോഹരി പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. എത്രയോ കാലമായി ഇത്തരം റിയാലിറ്റി ഷോകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു. അതിൽ നിന്ന് ഗുണകരമായ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ അടച്ചിട്ട മനുഷ്യരെ മുഴുവനും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിലൂടെ ഏതെങ്കിലും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടുണ്ടോ? അതിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് പകർത്താവുന്ന ഏതെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇത് കേരളത്തിന്റെ വലിയ ഒരു ബഹുമുഖ പ്രതിഭയായ മോഹൻലാൽ അടക്കമുള്ള ആളുകൾ എന്തെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ അവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് നിങ്ങൾ കൊടുക്കുന്നത്? ഞങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാ മതസ്ഥരും ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾ കാണുന്ന വലിയൊരു ഭാവിയുണ്ട്. ഇപ്പം ലാലേട്ടൻ്റെ ആണെങ്കിലും മറ്റ് പ്രതിഭകളുടെ ആണെങ്കിലും ഒക്കെ അച്ഛനമ്മമാർ ഇതേപോലെ തീരുമാനമെടുത്തിരുന്നെങ്കിൽ നിങ്ങളെപ്പോലത്തെ ഒരു പ്രതിഭ ഈ ലോകത്തുണ്ടാകില്ലായിരുന്നു അല്ലേ? അപ്പം നിങ്ങളുടെ മക്കളിലൂടെയും നിങ്ങളുടെ മകനുണ്ടല്ലോ, ആ മകനിലൂടെയും നിങ്ങളുടെ മകളിലൂടെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലമുറകൾ ഉണ്ടാകണമെന്നല്ലേ? ഇങ്ങനെ പോയാൽ എങ്ങനെ ഉണ്ടാകുക? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നു? ഇത് സമൂഹത്തിന് കൊടുക്കുന്ന സത്യസന്ധമായ നീതിയുക്തമായ സന്ദേശം എന്താണെന്ന് എവിടെങ്കിലും ലാലേട്ടൻ 2 വരിയിൽ എന്ന് എഴുതിയിട്ടാൽ അങ്ങനെ കലാകാരൻ എന്നുള്ളവർക്കുള്ള ആ ഒരു ബഹുമാനമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവും. അല്ല, ഇതിന് ബഹുമാനക്കുറവൊന്നും മോഹൻലാലിനോട് വരാൻ മാത്രമൊന്നും ഇല്ല. അൻസാരി സൂരി മനസ്സിലാക്കേണ്ടത് ലാലേട്ടൻ പേയ്മെൻറ്റ് വാങ്ങി ചെയ്യുന്നൊരു ഷോ, ഓക്കെ, പൈസ വാങ്ങുന്നു, അതിനൊരു കമ്മിറ്റ്മെൻറ്റ് അങ്ങനെ കാണിക്കുന്നു. സൊസൈറ്റിയുടെ റിഫ്ലക്ഷനാണ് ബിഗ് ബോസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, മനസ്സിലായില്ലേ? സൊസൈറ്റിയിൽ നടക്കുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷൻ. അങ്ങനത്തെ ഒക്കെ ഫ്ലേവേഴ്സ് ഉള്ള കുറേ ആളുകൾ സൊസൈറ്റിയിൽ നമ്മൾ ചുറ്റുപാടും കാണുന്ന ആളുകളും അതിൻ്റെ ക്യാരക്ടേഴ്സും പരിപാടികളൊക്കെയാണ് ബിഗ് ബോസിൽ റിഫ്ലക്റ്റ് ആകുന്നത്. അതുകൊണ്ടാണ് അത് ഇത്ര ജനകീയമാകുന്നത്. പിന്നെ ഉസ്താദ് പറയുന്ന ഈ അഭിമാനക്ഷതം പാരൻസിന് കുട്ടികളിങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇവിടെ ഈ ദുരഭിമാനക്കൊലയൊക്കെ സംഭവിക്കുന്നത്. പാരൻസ് മക്കളെ വെട്ടിക്കൊല്ലുന്നു, തല്ലിക്കൊല്ലുന്നു ഒക്കെ. അവർ അഭിമാനക്ഷത. എന്തപ്പോൾ അഭിമാനം പോകാൻ മാത്രമുള്ളത്? ഇതിപ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഈ ആദിലേനെയും നോറേനെയും കണ്ടിട്ട് മുസ്ലിം വീടുകളിലുള്ള എല്ലാ പെൺകുട്ടികളും നാളെ ലെസ്ബിയൻ ആവുന്ന പോലെയാണോ നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്? അല്ല എൻ്റെ മാഷേ, ഇവിടെ ഞാൻ പറഞ്ഞേ, ഇപ്പം ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഓക്കെ. എനിക്ക് വേറൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു ആണിനോട് ഒരിക്കലും ഒരു അട്രാക്ഷൻ തോന്നില്ല, സ്ത്രീയോട് തോന്നും. എനിക്ക് നാളെ ഒരു ഗേ കപ്പിൾ നാളെ ബിഗ് ബോസിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ എനിക്ക് മാറുമൊന്നുമില്ല, മനസ്സിലായി? അവരെ കണ്ടതുകൊണ്ട് എനിക്ക് പിന്നെ അത് കണ്ടത് മുതൽ എനിക്കൊരു ആണിനോട് തന്നെ അട്രാക്ഷൻ തോന്നൂല. അതങ്ങനെ ജനിച്ച് വളർന്ന് മെൻ്റലി ആൻഡ് ബയോളജിക്കലി ചേഞ്ച് ഉള്ള കുട്ടികൾ ചിലപ്പോൾ കാണും, അവർക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും. ദേ വിൽ ഐഡൻറ്റിഫൈ themselves as a lesbian or gay. അതിപ്പോൾ ഇനി ബിഗ് ബോസ് ഷോയിൽ ഒരു ആദില നോറ വന്നുകൊണ്ട് മാത്രമൊന്നുമല്ല, അല്ലെങ്കിലും സൊസൈറ്റിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് ദേ ക്യാൻ ഫൈൻഡ് ദെയർ ഓറിയൻറ്റേഷൻ. ലൈക്ക് എവിടെന്നെങ്കിലും അവരത് കണ്ടുമുട്ടും, എൻഡ് ഓഫ് ദ ഡേ അവരത് കണ്ടുമുട്ടും, മനസ്സിലായോ? അത് പേടിച്ചിട്ട് നിങ്ങൾ ഈ ഷോ എന്ത് മെസ്സേജ്, ഈ ഷോ ഒരു മെസ്സേജ് കൊടുക്കുന്നില്ല പോരെ?
ബിഗ് ബോസ് ഷോ ഒരു മെസ്സേജ് കൊടുക്കുന്നില്ല. എൻഡ് ഓഫ് ദ ഡേ ഒരു മെസ്സേജ് കിട്ടാൻ ആരും ഈ ഷോ കാണും വേണ്ട. കണ്ടവർ കണ്ടാൽ മതി. കാണണം എന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ച് വാരിച്ച് പിടിച്ച് കൊണ്ടുവരണമെന്നില്ലല്ലോ. ഇപ്പം പല മതപഠന ക്ലാസ്സുകളും മതം പറയുന്ന കുറേ സെൻറ്റേഴ്സും മതം പറയാൻ വേണ്ടി വെക്കുന്ന കുറേ മൈക്കും ടാർപ്പായും കിട്ടിയ സ്ഥലങ്ങളൊക്കെ പിടിച്ചു കൊണ്ടിരുന്നുണ്ട് ആൾക്കാർ. ബിഗ് ബോസ് കാണാൻ പിടിച്ചു കൊണ്ടിരുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ബിഗ് ബോസ് കണ്ടുകൊണ്ട് വല്ല നല്ല സാധനമൊന്നും കിട്ടാനൊന്നും പോണില്ല. ഇനിയിപ്പോൾ അങ്ങനെ കൂട്ടുകയാണെങ്കിൽ കൂട്ടിക്കാം. നല്ലത് എടുക്കേണ്ടവർക്ക് എടുക്കാം. ഞാൻ നല്ലത് എടുത്ത ഒരാളാണ്, മനസ്സിലായോ? ഞാൻ ആ നല്ലത് കിട്ടും. എനിക്ക് ആ നല്ലത് കൊണ്ട് വളരെ എന്താ പറയുക ഹാപ്പി ആയിട്ടുള്ള ലൈഫ് കിട്ടും. ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ആയിരിക്കാം. കാണുന്നവർക്കും ചിലപ്പോൾ ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നവരുണ്ടാവുകൂടെ. കാണട്ടെ. എല്ലാ മതത്തിലൂടെയും അല്ലെങ്കിൽ മതം പറയുന്നവർക്ക് മാത്രമല്ലല്ലോ പോസിറ്റിവിറ്റി ഉള്ളത്. ഡിപ്പെൻഡ്സ് അപ്പോൺ എ പേഴ്സൺസ് പെർസ്പെക്റ്റീവ്. അയാൾ എങ്ങനെ അത് കൺസീവ് ചെയ്യുന്നു അതുപോലെ ഇരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു വീഡിയോ കൂടി വെക്കുക. കാരണം ഇങ്ങനെ പറയുമ്പോൾ നൂറ് ഒരു വട്ടം ഒറ്റയ്ക്കിട്ടൊരു വീഡിയോ ഉണ്ട്. ഇതേപോലെ മതം പറഞ്ഞ് കമൻറ്റ് ഇടുന്നവർക്ക് കൊടുത്തൊരു കൊട്ട്. ഇഷ്ടം കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കിയിരിക്കുന്നു താത്ത ഒരു കാക്ക. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയേ. ആദ്യം തട്ടവും ഇട്ട് അച്ചടക്കത്തിലൊക്കെ ജീവിച്ച നിങ്ങൾ ഇപ്പോൾ എന്ത് ജീവിതത്തിലാണ് ഉള്ളേ? എന്ത് ജീവിതമാണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിനെ പറ്റി പ്രത്യേകിച്ച് ഇതൊന്നും തോന്നിയില്ല. ഡ്രസ്സ് മാറി, അതുപോലെ തന്നെ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലും കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ഡ്രസ്സിങ് ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം തോന്നി, ഞങ്ങൾ ചേഞ്ച് ആക്കി. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ബാക്ക് ടു തട്ടിടണം തോന്നി, ഞങ്ങൾ തട്ടിടും. തട്ടിടണ്ടെന്ന് തോന്നി ഞങ്ങൾ തട്ടിടില്ല. ഇറ്റ് സോൾലി ഡിപ്പെൻഡ് ഓൺ അസ് ബോത്ത്. മനസ്സുകൊണ്ട് അല്ലാ 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 എന്ന് വിളിക്കി, മാറ്റം വരും ഉറപ്പാണ്. അല്ലാ 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 അല്ലാ. ഞാൻ തന്നെയാണ്, ഞാൻ മാറിയിട്ടില്ല. ഓ മൈ ഗോഡ്. നിങ്ങൾക്ക് ചില എന്താ പറയുക വിശ്വാസം ഓവറായാലും പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കും പ്ലീസ്. എത്ര കാലവും ചെയ്തതൊക്കെ അള്ള പൊറുക്കും. എനിക്കറിയാം. ഐ ആം ഓൾസോ എ മുസ്ലിം. ഐ നോ ദാറ്റ് അള്ള പുറത്തു തരും. ഞാനിപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ള പുറത്തു തരും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ നിങ്ങൾ മുസ്ലിം ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഖബറിലേക്കുള്ളത് എൻ്റെ അടുത്തേക്ക് വരുള്ളൂ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീതം വെച്ച് തരുമെന്ന് പഠിച്ചോൻ പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ വീണ്ടും പഴയ ലൈഫ് വന്നാൽ ആ ടാറ്റു ഒക്കെ ഒന്ന് മാറ്റി നല്ല കുട്ടികളാവും. ടാറ്റു ഇട്ടാൽ ഓക്കെ, ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ, ടാറ്റു ഇട്ട എല്ലാവരും ഭയങ്കര മോശമായിട്ടുള്ള ആൾക്കാരാണ്, ഇൻക്ലൂഡിങ് മീ ആൻഡ് മൈ പാർട്ട്ണർ. വെയിറ്റ്, ഞാനിപ്പോൾ വരാം. എന്തായാലും ഈ താത്തനെ എനിക്ക് ഡിസപ്പോയിൻ്റ് ചെയ്ത് വിടാൻ എനിക്ക് വലിയ താല്പര്യമല്ല. കാരണം പാവം കുണ്ണുപാവൻ എനിക്ക് ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് നിലവിളിക്കും. ഉമ്മ ഉപ്പ ഇവർ ചെയ്തത് ശരി. നമ്മൾ കാണുന്ന ഈ ദുനിയാവൊന്നും അല്ല. ലോകം വേറെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഇവർ പറഞ്ഞതാ. അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഈ ലോകം മാത്രമല്ല ഇതുപോലെ തന്നെ വേറൊരു ലോകവും കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ പുതിയൊരു ഇൻഫർമേഷൻ പ്രകാരം ഈ എർത്തിൻ്റെ പോലെ തന്നെ വേറൊരു എർത്തുമുണ്ട്. നമ്മൾക്ക് വേണ്ടത് പഠിച്ച റബ്ബിൻ്റെ തുണയാണ് മക്കളെ. തുണിയാണെന്നാ? തുണിയല്ല, പഠിച്ച ശരിയാണ്. പഠിച്ച റബ്ബിൻ്റെ തുണയും ആൻഡ് മൈ എഫേർട്ടും ഇല്ലാണ്ട് ഫാത്തിമ നൂറൊന്നും ഇവിടെ ചേർലിരിക്കൂല. ശരിയാണ്, ഞാൻ അവിടെ ഇരിക്കൂല. അത് ഞാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നൂറ കുറച്ച് മുമ്പിട്ടുണ്ടായിരുന്നൊരു വീഡിയോ. അതായത് ഈ കമൻറ്റ് ബോക്സിനകത്ത് അള്ളാ പടച്ചോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്ന ആളുകളോട്, മതം പറഞ്ഞ് കമൻ്റ് ഇടുന്ന ആളുകളോട്, മതത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഉസ്താദാണെങ്കിലും നമ്പൂരി ആണെങ്കിലും പള്ളിയിലച്ചനാണെങ്കിലും അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആരോടാണെങ്കിലും ഒരു ചോദ്യം. തെറ്റെന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരാളെ ഉപദ്രവിക്കാതെ, ഇതൊക്കെ ആർക്കും ഒരു ഉപദ്രവമാവാതെ ജീവിക്കുക എന്നുള്ളതാണ് ശരി. തെറ്റെന്താ? ഉപദ്രവമാവുന്നതാണ് തെറ്റ്. ആദ്യം നോറ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ വീഡിയോയിൽ വന്നിട്ട് ഒരു തെറ്റ് ചെയ്യുന്നുണ്ടോ, പേഴ്സണൽ ലൈഫിൽ തെറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഒരു തെറ്റ് അവർ ചെയ്തതായിട്ട് വീഡിയോകളിൽ എവിടെയും ഇല്ല. പിന്നെ എങ്ങനെ നിങ്ങൾ അവരെ തെറ്റ് ചെയ്തു എന്ന് ഓഡിറ്റ് ചെയ്യും? മതപരമായിട്ട് ഒരു സ്ത്രീയും ഒപ്പം ജീവിക്കുന്നത് തെറ്റായിട്ട് നിങ്ങളെ മതത്തിൽ നിങ്ങൾ കാണുന്നത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, പടച്ചോൻ എന്തിനാ ദൈവം തെറ്റ് ചെയ്ത മനുഷ്യന്മാരെ പുറത്തു കൊടുക്കാനും മാപ്പ് കൊടുക്കാനും ദൈവത്തിന്, അതാണല്ലോ ദൈവം എന്ന് പറയുന്നത്. പുറത്തു കൊടുക്കണോ ദൈവം? നിങ്ങളാരെയും അവർ ഉപദ്രവിക്കാൻ വരുന്നില്ലല്ലോ. ഉണ്ടോ? ആരെങ്കിലും നിങ്ങൾ അവരെ ഉപദ്രവിക്കാനോ ചതിക്കാനോ അവർ വരുന്നുണ്ടോ? ഇല്ല.
ഇനി നിങ്ങളെ മതപ്രകാരം ഈ പെണ്ണും ജീവിക്കുന്നത് വലിയ തെറ്റാണെങ്കിൽ അത് മരിച്ചതിന് ശേഷം സ്വർഗത്തിലോ നരകത്തിലോ പോകുന്ന സമയത്ത് പടച്ചോൻ പുറത്തു കൊടുത്തോളും. പൊറുക്കാൻ പറ്റുന്ന ഒരാളാണല്ലോ പടച്ചോനോ, പുറത്തു കൊടുത്തോളും. അത് ജീവിച്ചിരിക്കുന്ന നിങ്ങൾ മതത്തിൻ്റെ പടച്ചോനാവണ്ട. ഓക്കെ, എന്താണേ ഞാൻ ആലോചിച്ച് നോക്കുന്നത് ചില കാര്യങ്ങൾ. എന്താ അറിയോ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്കകത്ത് പല കാര്യങ്ങളിലും പല ആളുകൾക്കും വിസിബിലിറ്റി വേണം. പലരും ഈ വിസിബിലിറ്റി ദുരുപയോഗം ചെയ്യാറുണ്ട്. അതിലൊരു നോറേഡിങ് കേസിൽ ഇത്രത്തോളം മതപരമായിട്ടുള്ളൊരു ഹെയ്റ്റോ അല്ലെങ്കിൽ അതൊന്നും കൊണ്ടുവരേണ്ട കാര്യം അവർക്കെതിരെ കൊണ്ടുവരേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? എൻഡ് ഓഫ് ദ ഡേ അവരവരുടെ റൈറ്റ് പാത്ത് എന്ന് അവർക്ക് തോന്നുന്ന കാര്യം ആർക്കും ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ അവർ ചൂസ് ചെയ്തു. ഫൈൻ. ഇനി ബിഗ് ബോസ് ഹൗസിനകത്ത് അവർ മതം പറഞ്ഞോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ ചെയ്തിട്ട് അവർ മതക്കാട് അവർ ഇറക്കുന്നുണ്ടോ? ഇതുവരെ ഇറക്കിയിട്ടില്ല. ഇറക്കുമെന്ന് എനിക്ക് അറിയില്ല. ഇനി ഇറക്കിയാൽ നിങ്ങൾ ഒപ്പോസ് ചെയ്തോ. അല്ല, ഇനി ഇറക്കിയില്ല, അവർ ഇതേപോലെ പോയി എന്നാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗെയിം അസസ് ചെയ്തിട്ട് അവർക്ക് വോട്ട് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുക. ദാറ്റ്സ് അപ് ടു യു. ഫൈൻ. പിന്നെ ബിഗ് ബോസ് ഷോ കാണണോ വേണ്ടേ, അതും ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയുടെ താല്പര്യം. ഒരു വ്യക്തി മക്കളെ കാണിക്കണോ വേണ്ടേ എന്നുള്ളത് ആ വ്യക്തിയുടെ താല്പര്യം. പ്രത്യേകിച്ച് അതിനൊരു ഉപകാരം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ ആണെങ്കിൽ എവിടുന്ന് ഉപകാരം ഉണ്ടാവണോ അതോ ഉപദ്രവം ഉണ്ടാവണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്. മനസ്സിലായോ? നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കാനും ചൂസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് വേണം. അപ്പോഴാണ് നമ്മളൊരു ഇൻ്റലിജൻറ്റ് ഹ്യൂമൻ ബീങ് ആവുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്.